എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്നാണ്. ധനവാനും ലാസറും ഉണ്ടായിരുന്നു. ധനവാൻ ദൂർത്തൊരു ജീവിതം നയിക്കുന്നവനായിരുന്നു. അവൻ്റെ പടിവാതിക്കൽ ദരിദ്രനായ ലാസർ കിടന്നിരുന്നു. ശരീരമൊക്കെ വ്രണം പിടിച്ച് നായ്ക്കൾ അവൻ്റെ വ്രണം നക്കി അങ്ങനെ അവശനായി അവൻ കിടന്നിരുന്നു. ഈ ധനവാൻ കണ്ടിട്ട് മൈൻഡ് ചെയ്തില്ല. ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കൾ തിന്നാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചു, പക്ഷെ അതും കിട്ടിയില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ ദരിദ്രൻ മരിച്ചു. വചനം പറഞ്ഞത് ഇങ്ങനെയാണ്: അവനെ ദൈവത്തിൻ്റെ ദൂതന്മാർ അബ്രാഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. ധനവാൻ മരിച്ചു, ഇവിടെ അടക്കി എന്നാണ്. ഒത്തിരി ചിന്തകളൊക്കെ ഇവിടെ ഉണ്ട്. എൻ്റെ പ്രിയ സ്നേഹിത, ഇവിടെ ദരിദ്രനെ കാണാതെ പോകുന്ന മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. തമ്പുരാൻ പറഞ്ഞില്ലേ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത എന്നെ നിങ്ങൾക്ക് എങ്ങനെ പ്രസാദിപ്പിക്കാൻ സാധിക്കും എന്ന്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ദൈവത്തെ അന്വേഷിച്ച് എത്ര വേണമെങ്കിലും മുടക്കാൻ തയ്യാറായി ധ്യാന കേന്ദ്രങ്ങളിൽ കൂടിയും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കൂടിയും നടക്കുന്നതായ പലരെയും അറിയാം എനിക്ക്. പക്ഷേ ദരിദ്രനായ ഒരു മനുഷ്യന് ഒന്നും കൊടുക്കില്ല. ഇനി അത് കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നവരെ കളിയാക്കിയും നിന്ദിച്ചും അവരെ ആദരിക്കുന്നവരെയും മാനിക്കുന്നവരെയും പരിഹസിക്കുന്ന ഒരു പറ്റം ജനതയാണ് ഇന്ന് ചുറ്റുമുള്ളത്. ഓർത്തോ എൻ്റെ പ്രിയ സ്നേഹിത, ദരിദ്രൻ മരിച്ചു, ദൈവദൂതന്മാർ അബ്രാഹാമിൻ്റെ മടിയിലേക്ക് അവനെ കൊണ്ടുപോയി. ധനവാൻ മരിച്ചു, ഇവിടെ തന്നെ അവനെ അടക്കി എന്നുള്ളതാണ്. ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടി ഒന്ന് തയ്യാറാക്കിച്ചു. കാണപ്പെടുന്നതായ ആ സഹോദരനെ, കാണപ്പെടുന്നതായ ഒരു ചെറിയവനെ നിനക്ക് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ, സഹായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നിൻ്റെ ദൈവത്തെ ഒരിക്കലും നിനക്ക് പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. തമ്പുരാൻ പറഞ്ഞില്ലേ, ചെല്ല സമൂഹത്തിലേക്ക്, ചെറിയവരുടെ ഇടയിലേക്ക്, അതിലേറ്റവും ചെറിയവൻ എൻ്റെ പേരും പറഞ്ഞ് ഒരു ഗ്ലാസ് വെള്ളം നീ കൊടുത്താൽ അത് എനിക്ക് തന്നതാണെന്ന്. ഈ നോമ്പിൽ ചെല്ലാം നമുക്ക് ചെറിയവരുടെ ഇടയിലേക്ക്, അവരെ സഹായിക്കാം, ദൈവത്തെ നമുക്ക് പ്രീതിപ്പെടുത്താം. ദൈവം എല്ലാവരെയും